പലരും പലതവണ പറഞ്ഞു കഴിഞ്ഞതാണ്. എങ്കിലും വീണ്ടും വീണ്ടും അത് പറയിക്കണമെന്ന് മലയാള സിനിമ വാശി പിടിച്ചാൽ പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. കോവിഡാനന്തരം മറ്റൊരു തലത്തിലേക്ക് വളർന്ന ഇന്ത്യൻ സിനിമാ വിഭാഗം മലയാളത്തിൻ്റെതായിരിക്കും. വ്യത്യസ്തമായ കഥകൾ, സമീപനങ്ങൾ, ശൈലികൾ, അഭിനയം, ട്രീറ്റ്മെൻറ്റ്, പരീക്ഷണങ്ങളോടുള്ള ത്വര, ഇതോടൊപ്പം വ്യത്യസ്തതയെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാവുന്ന പ്രേക്ഷകരും. തീർച്ചയായും മലയാള സിനിമയുടെ നല്ല കാലങ്ങളിൽ ഈ കാലവും ഉൾപ്പെടും. ആഷിഖ് അബു ക്യാമറയും സംവിധാനം നിർവഹിച്ച റൈഫിൾ ക്ലബ്ബ് വ്യത്യസ്തമായ ട്രീറ്റ്മെൻറ്റ് സ്വീകരിച്ച ചലച്ചിത്രമാണ്. വയനാട്ടിൽ സുൽത്താൻ ബത്തേരിയിൽ കാടിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു റൈഫിൾ ക്ലബ്ബും അതുമായി ബന്ധപ്പെട്ട 3 കുടുംബങ്ങളും അവിടേക്കെത്തുന്ന ഒരു ചലച്ചിത്ര താരവും ചേർന്നാണ് റൈഫിൾ ക്ലബ്ബ് പുരോഗമിക്കുന്നത്. ആഷിഖ് അബുവിൻ്റെ ക്യാമറയും സംവിധാനവുമാണ് സിനിമയുടെ മികവിൻ്റെ ഏറ്റവും അടിസ്ഥാനമായി പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം ശ്യാം പുഷ്കരനും ദിലീഷ് കരുണാകരനും സുഹാസും ചേർന്ന് നടത്തിയ രചനയിൽ തിരക്കഥയും സംഭാഷണവും എടുത്തു പറയേണ്ടതുണ്ട്. രംഗങ്ങളോട് ഇഴുകിച്ചേരുന്ന സംഭാഷണങ്ങൾ ഒരുക്കുന്ന വഴിയിൽ സഞ്ചരിക്കുന്ന രംഗങ്ങളും ഇത് രണ്ടും ബ്രില്യൻ്റായി സമന്വയിപ്പിക്കാൻ സാധിച്ചത് എഴുത്തുകാരുടെ മികവാണ്. ഒരിടത്ത് പറയുന്ന സംഭാഷണങ്ങളെ മറ്റൊരിടത്തെ സംഭവങ്ങളുമായി കൂട്ടിച്ചേർത്ത് കാഴ്ചക്കാരിൽ ഉദ്യോഗത്തിൻ്റെ നിമിഷങ്ങളാണ് റൈഫിൾ ക്ലബ്ബ് സമ്മാനിക്കുന്നത്. ചുമരിലെ ചിത്രമായെങ്കിലും വർഷങ്ങൾക്ക് ശേഷം KPSC അസീസും KPSC സണ്ണിയും സിനിമയുടെ പ്രധാന ഭാഗമാകുന്നുണ്ട്. അതോടൊപ്പം കിഷ്കിന്ധാകാന്ഡത്തിൽ ചെയ്തുവെച്ച അഭിനയ മുഹൂർത്തങ്ങളുടെ ബാക്കി എന്ന രീതിയിൽ വിജയരാഘവനും എത്തുന്നു. വിജയരാഘവൻ സ്ക്രീനിൽ തെളിയുന്ന ആദ്യ രംഗത്തിൽ കാഴ്ചക്കാർ കൈയടിച്ച് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് അയാളിലെ നടൻ പകർന്നു വെച്ച ഊർജ്ജത്തിൻ്റെ ബാക്കി പ്രതീക്ഷിച്ചുള്ളത് തന്നെയാണ്. പല സമയങ്ങളിലായി പ്രേക്ഷകരുടെ സ്വയം മറന്നുള്ള കയ്യടി ഏറ്റുവാങ്ങിയ നിരവധി കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ട്. ദിലീഷ് പോത്തൻ്റെ സെക്രട്ടറി അവറാൻ, സുരഭി ലക്ഷ്മിയുടെ സൂസൻ, ഉണ്ണിമായ പ്രസാദിൻ്റെ സിസിലി, വാണി വിശ്വനാഥിൻ്റെ ഇട്ടിയാനം, റംസാൻ്റെ ഡാൻസർ, വിനീത് കുമാറിൻ്റെ ഷാജഹാൻ, പൊന്നമ്മ ബാബു തുടങ്ങിയവരെല്ലാം ഏതെങ്കിലും രംഗങ്ങളിൽ കാഴ്ചക്കാരൻ്റെ ഇഷ്ടം നേടിയെടുക്കുന്നുണ്ട്. കഥാപാത്രങ്ങളും അവർ തമ്മിലുള്ള ബന്ധങ്ങളും കാഴ്ചക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്നതിനേക്കാൾ സങ്കീർണമാണെങ്കിലും അവരെല്ലാം തമ്മിൽ ബന്ധങ്ങളുണ്ട് എന്ന് തിരിച്ചറിയാനാവും. മാത്രമല്ല, എല്ലാവരും പരിചയപ്പെടുത്തുമ്പോൾ കുടുംബവും ബന്ധവും ഒക്കെ പറയുമ്പോഴും ഡോക്ടർ ലാസറിനെ പരിചയപ്പെടുത്തിയപ്പോൾ കുടുംബക്കാരനല്ലെന്ന് അയാൾ തന്നെയാണ് പറയുന്നത്. സുൽത്താൻ ബത്തേരി പ്രിയ ആശുപത്രിയിലെ ഡോക്ടറായ അയാൾ കുടുംബമാണോ അല്ലയോ എന്ന് ഒടുവിൽ മനസ്സിലാകും. ഡോക്ടർ ലാസറിനെ വളരെ മികവുറ്റൊരു തട്ടിൽ നിർത്തിയാണ് ആഷിഖ് അബുവും സംഘവും അവതരിപ്പിച്ചിരിക്കുന്നത്. അതീവ രസകരവും കാഴ്ചക്കാർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാനാവുന്നതുമായ സംഭാഷണങ്ങൾ ഇടചേർത്ത് വെച്ചിരിക്കുന്നു എഴുത്തുകാരുടെ സംഘം. ശിക്കാരി ശംഭുവും കൂട്ടുകാരും, ഇതാണോ നാത്തൂൻ പോര്, ചെറിയ പ്രശ്നം വന്നാൽ കൊക്കയിൽ ചാടുന്ന നായകൻ തുടങ്ങി വളരെ സാധാരണക്കാരനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് സംഭാഷണങ്ങളേറെയും. വെടി എന്ന മലയാള വാക്കിന് അശ്ലീല ദ്വയാർത്ഥം കൂടിയുള്ളതിനാൽ ആ പദത്തിനും ആവശ്യമായത്രയും ഹൈപ്പ് സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. കഥാപാത്രങ്ങൾ ദയാർത്ഥമായിട്ടല്ല വെടി എന്ന വാക്ക് ഉപയോഗിക്കുന്നതെങ്കിലും പ്രേക്ഷകനെ രംഗത്തിലെ സാഹചര്യത്തിനനുസരിച്ച് രണ്ടാമത്തെ അർത്ഥവും ബോധ്യമാവും. റൈഫിൾ ക്ലബ്ബ് എന്നാൽ വെടിവെപ്പ് ഹോബിയാക്കിയവരുടെയും ഗൗരവത്തിലെടുത്ത് മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെയും ഒക്കെ കൂട്ടായ്മയാണെങ്കിലും ഇവിടുത്തെ വെടിക്കാരെല്ലാം കാട്ടിൽ കയറി വേട്ടയാടുന്നതിലാണ് വിദഗ്ധർ. പറക്കുന്ന പ്രാവിനെ വെടിവെച്ചിടുന്ന തരത്തിൽ മൺപാത്രം എറിഞ്ഞ് വെടികൊള്ളിക്കുക, മലയണ്ണാനെയും കാട്ടുപന്നിയെയും മുള്ളംപന്നിയെയും കുരങ്ങനെയുമെല്ലാം തീന്മേശയിലെത്തിക്കുക എന്നതൊക്കെയാണ് ഇവരുടെയെല്ലാം ഹോബി. ഒരു കണക്കിന് പറഞ്ഞാൽ ജീവിതം തോക്കിനും വെടിയുണ്ടകൾക്കും ചുറ്റും ആസ്വദിച്ചു തീർക്കുന്നവർ. മമ്മൂട്ടിയുടെ IV ശശി ചിത്രം മൃഗയ പുറത്തിറങ്ങിയതോടെ സുമുഖരായ നായകന്മാർക്കിനി സിനിമയിൽ സ്ഥാനമില്ലെന്ന് നാനയിൽ വന്ന ഒരു റിപ്പോർട്ട് കണ്ടതോടെയാണ് യുവനായകൻ ഷാജഹാനെ കേന്ദ്ര കഥാപാത്രമാക്കി നിർമ്മാതാവിനെ മൃഗവേട്ട എന്ന സിനിമയെടുക്കണമെന്ന് തോന്നുന്നത്. റോസാപ്പ പിടിച്ച് പൂക്കളങ്ങളുടെ കുപ്പായവും ഇട്ട് മരം ചുറ്റി പ്രേമിച്ച് നടക്കുന്ന നായകനെ ആക്ഷൻ ഹീറോയാക്കാനാണ് വയനാട്ടിലെ റൈഫിൾ ക്ലബ്ബിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. മൃഗയ്ക്ക് വേണ്ടി മമ്മൂട്ടി വയനാട്ടിൽ താമസിച്ച് വേട്ടക്കാരെ കണ്ട് മെത്തേഡ് ഓഫ് ആക്ടിംഗ് പഠിച്ചിട്ടുണ്ടെന്നും പറഞ്ഞായിരുന്നു കണ്ണൂരിൽ നിന്നും നായകനും സംഘവും വയനാട്ടിലേക്ക് കാട് കയറുന്നത്. നായകൻ വയനാട്ടിലേക്ക് കയറുന്നതിന് തൊട്ടു മുമ്പും റൈഫിൾ ക്ലബ്ബിലേക്ക് എത്തിയതിന് പിന്നാലെയുമുണ്ടായ ഒരു സംഭവമാണ് പിന്നെ സിനിമയുടെ കഥ കൊണ്ടുപോകുന്നത്. മംഗലാപുരത്ത് നിന്നും സുൽത്താൻ ബത്തേരിയിലേക്ക് നീളുകയാണ് സംഭവങ്ങൾ. രണ്ടാം പകുതിയാണ് റൈഫിൾ ക്ലബ്ബ് പ്രേക്ഷകരെ മുഴുവൻ മുൾമുനയിൽ നിർത്തുന്നത് പോലുള്ള രംഗങ്ങളുമായി എത്തുന്നത്. 1 മണിക്കൂറിൽ താഴെ മാത്രം ദൈർഘ്യമുള്ള രണ്ടാം പകുതിയും ക്ലൈമാക്സും രസകരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. ആദ്യ പകുതിയിലും വെടിയുണ്ടകളും തോക്കും വെടിവെപ്പും വേട്ടയാടലും ഒക്കെ ഉണ്ടെങ്കിലും രണ്ടാം പകുതിയിൽ ഇവയെല്ലാം അതിൻ്റെ ഉന്നതി പ്രാപിക്കുന്നുണ്ട്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വാണി വിശ്വനാഥ് ക്യാമറയ്ക്ക് മുന്നിലെത്തുന്ന രണ്ടാമത്തെ സിനിമയാണ് റൈഫിൾ ക്ലബ്ബ്. അതോടൊപ്പം വില്ലനായി ബോളിവുഡിൽ നിന്നും നടനും സംവിധായകനും നിർമ്മാതാവുമായ അനുരാഗ് കശ്യപും എത്തിയിരിക്കുന്നു. തൻ്റെ ആദ്യ മലയാള സിനിമ അനുരാഗ് കശ്യപ് ശ്രദ്ധേയമാക്കിയിട്ടുണ്ട്. പഴയ കാലത്തെ പ്രതാപ് പോത്തനെ അനുസ്മരിപ്പിക്കുന്നുണ്ട് അനുരാഗ് കശ്യപ്. റാപ്പറും ഗായകനും രചയിതാവുമായ ഹൈനുമാൻ കൈൻഡും ശ്രദ്ധേയമായ വേഷത്തിലാണ് ആദ്യമായി സിനിമയിലെത്തിയിരിക്കുന്നത്. ഇടവേളകളിൽ മാത്രം സിനിമയിലെത്തുന്ന വിനീത് കുമാറും രാമുവും തങ്ങളുടെ വേഷം ഭംഗിയാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലക്കാരനായ നായകൻ ഷാജഹാന്റെ കഥാപാത്രത്തിന് കണ്ണൂർ തലശ്ശേരി പ്രാദേശിക ഭാഷയിലുള്ള സംഭാഷണങ്ങൾ ഏച്ചുകൂട്ടലുകളൊന്നുമില്ലാതെയാണ് വിനീത് പറയുന്നത്.
മറ്റൊരു കഥാപാത്രമായ നർത്തകി നാദിറയുടെ കഥാപാത്രത്തിന് കാസർഗോഡൻ ശൈലിയാണ് കൊടുത്തിരിക്കുന്നത്. ഏത് കഥാപാത്രം നൽകിയാലും തങ്ങളുടേതാക്കി മാറ്റാൻ കഴിവുള്ള സുരഭി ലക്ഷ്മി, ദർശന രാജേന്ദ്രൻ, ഉണ്ണിമായ പ്രസാദ് എന്നിവരും സംവിധായകൻ റാഫിയും കാണികളുടെ മനസ്സിൽ ഇടം പിടിക്കും. ഒരു പ്രണയമുണ്ടാക്കുന്ന ഗുലുമാലുകളും നൂലാമാലകളുമാണെങ്കിലും സിനിമയിലല്ലാതെ സാധാരണക്കാരന് പരിചയമില്ലാത്ത വേട്ടയുടെ തലത്തിലേക്ക് റൈഫിൾ ക്ലബ്ബ് അവതരിപ്പിക്കുന്നത്. നിലംപിറച്ചാലും കൈവിറക്കരുത്, തോക്കിനി ഉടമസ്ഥരില്ല, പിൻഗാമികളെ ഉള്ളൂ തുടങ്ങി വേട്ടയുടെ ഭൂമികയിൽ നിന്നുള്ള എമ്പാടും സംഭാഷണങ്ങളും ഈ ചലച്ചിത്രത്തിലുണ്ട്. OPM സിനിമാസിന്റെ ബാനറിൽ ആഷിഖ് അബു, വിൻസെന്റ് വടക്കൻ, വിശാൽ വിൻസെന്റ്, ടോണി എന്നിവർ ചേർന്ന് നിർമ്മിച്ച റൈഫിൾ ക്ലബിനെ എഡിറ്റ് ചെയ്ത് മനോഹരമാക്കിയത് വി സാജനാണ്. റെക്സ് വിജയന്റെ സംഗീതം ഇടിക്കും വെടിക്കും അനുയോജ്യമാണ്. വ്യത്യസ്തമായ ചലച്ചിത്രങ്ങൾ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകരെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുന്ന റൈഫിൾ ക്ലബ്ബ് യുവതലമുറയ്ക്ക് തീയും തീപ്പൊരിയുമായി അനുഭവപ്പെടും. റിവോൾവർ കൊണ്ട് ഏറ്റുമുടുന്ന ബ്രസീലിയൻ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന അവസാന ചോദ്യങ്ങളിലൊന്നിന് അതേ കണ്ടിട്ടുണ്ട്, സെക്രട്ടറി അവറാനെ പോലെ റൈഫിൾ ക്ലബ്ബ് പ്രേക്ഷകർക്കും പറയാൻ കഴിയും.